പ്രിയ പാലകൻ പ്രേക്ഷകരെ, ഈ ക്രിസ്മസിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും ഹൃദയപൂർവ്വം ഞാൻ നിങ്ങൾക്ക് ആശംസിക്കുന്നു. 2000 കൊല്ലങ്ങൾക്ക് മുൻപ് ദൈവം മനുഷ്യനായി പിറന്നത് സകല മനുഷ്യർക്കും സന്തോഷം നൽകുവാനും സകല മനുഷ്യരെയും സമാധാനത്തിലൂടെ നയിക്കുവാനുമാണ്. അന്ധകാരത്തിൽ കഴിഞ്ഞിരുന്ന ജനത വലിയൊരു പ്രകാശം കണ്ടു എന്ന് പ്രവാചകൻ പറഞ്ഞത് മനുഷ്യനായി പിറന്ന രക്ഷകനായ ക്രിസ്തുവിനെ സ്വീകരിക്കുന്നവർക്ക് ലഭിക്കുന്ന പ്രകാശമാണ്, അനുഗ്രഹമാണ്, സ്വാതന്ത്ര്യമാണ്, സമാധാനമാണ്, സന്തോഷമാണ്. ഈ ക്രിസ്മസിൽ സകലർക്കും സമാധാനവും സന്തോഷവും ഉണ്ടാകണമെന്നതാണ് എൻ്റെ ആഗ്രഹം. സകല ജനതകൾക്കും വലിയ സന്തോഷം നൽകുന്ന സദ്വാർത്തയാണ് യേശുവിൻ്റെ ജനനവേളയിൽ മാലാഖമാർ അറിയിച്ചത്. ഇന്നത്തെ എല്ലാ പ്രശ്നങ്ങൾക്കും പ്രതിസന്ധികൾക്കും ഉത്തരമായിട്ടാണ് ദൈവപുത്രൻ മനുഷ്യനായി തീർന്നത്. യേശു മനുഷ്യരുടെ ഇടയിൽ ജീവിച്ചത്. തിന്മയാകുന്ന അന്ധകാരം, അധർമ്മമാകുന്ന അന്ധകാരം, പാപമാകുന്ന അന്ധകാരം, എല്ലാ അന്ധകാരവും മാറ്റുന്ന ലോകത്തിൻ്റെ പ്രകാശമാണ് ക്രിസ്തു. ആ ക്രിസ്തുവിൽ എല്ലാ സമാധാനവും എല്ലാ സന്തോഷവും അനുഭവിക്കുവാൻ സാധിക്കും. ക്രിസ്തുവിൽ വിശ്വസിച്ചുകൊണ്ടും പ്രത്യാശിച്ചുകൊണ്ടും നാം ജീവിക്കുമെങ്കിൽ. ഈ ക്രിസ്മസിൻ്റെ അനുഗ്രഹങ്ങൾ ഈ വരുന്ന പുതുവത്സരത്തിൽ ലോകം മുഴുവനിലും നിറയുവാനും നമ്മിലെല്ലാവരിലും നിലനിൽക്കുവാനും ഇടവരട്ടെ എന്നതാണ് എൻ്റെ പ്രാർത്ഥനയും ആശംസയും. വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു എന്ന് യോഹന്നാൻ എഴുതിയ സുവിശേഷത്തിൽ പറഞ്ഞിരിക്കുന്നത് ദൈവത്തിൻ്റെ വചനമായ യേശു, ദൈവത്തിൻ്റെ സ്നേഹമായ യേശു, ദൈവത്തിൻ്റെ രക്ഷയായ യേശു, ദൈവത്തിൻ്റെ പ്രകാശമായ യേശു നമ്മിൽ വസിക്കുവാൻ, നമ്മുടെ ഇടയിൽ വസിക്കുവാൻ, നമ്മുടെ നാട്ടിൽ വസിക്കുവാൻ, എല്ലാവരിലും വസിച്ചുകൊണ്ട്, എല്ലായിടത്തും വസിച്ചുകൊണ്ട് എല്ലാവർക്കും എല്ലാ നന്മകളും നൽകുവാൻ വേണ്ടിയാണ്. ഈ നന്മകളൊക്കെ നിങ്ങൾക്ക് സമർത്ഥമായി ലഭിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഒരിക്കൽ കൂടി ക്രിസ്മസിൻ്റെ എല്ലാവിധ അനുഗ്രഹങ്ങളും ഞാൻ നിങ്ങൾക്ക് നേരുന്നു. പാലകൻ പ്രേക്ഷകർക്ക് പാലകൻ എഡിറ്റോറിയൽ ബോർഡിന്റെ ഹൃദ്യമായ ക്രിസ്തുമസ് ആശംസകൾ.